we welcome you to Kutti Patrumal celebrated by Maria's Pickles. അങ്ങനെ നമ്മുടെ കുട്ടി പട്രുമാൽ സീസൺ 2 വിജയികൾക്ക് കാത്തിരിക്കുന്നത് സുൽത്താൻ ഗോൾഡ് ഇന്റർനാഷണൽ നൽകുന്ന 5 ലക്ഷം രൂപയുടെ സമ്മാനമാണ്. ഒട്ടനവധി സമ്മാനങ്ങളാണ് ഇനിയും അവരെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാ കണ്ടസ്റ്റൻസിനെയും ഈ പ്രൈസിനെ പറ്റി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കോമ്പറ്റീഷൻസിലേക്ക് കിടക്കാം. കോമ്പറ്റീഷൻ ആകുമ്പോൾ കുട്ടികൾ വേണം. കുട്ടികൾ നല്ലപോലെ പാടുമ്പോൾ ജഡ്ജ്മെന്റ് നടത്താനായിട്ട് നമ്മുടെ ജഡ്ജസും വേണം. സോ ലെറ്റ്സ് വെൽക്കം ദ എൻ്റെ ജഡ്ജസ്. ആദ്യമായി ഷബ്നം, റിയാസ്, ഫിറോസിക, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ഓർക്കസ്ട്ര ടീം. അപ്പോ നമ്മുടെ സീസൺ 2 തുടങ്ങിയപ്പോൾ ആദ്യ റൗണ്ട് എന്ന് പറയുന്നത് മണിമാരനും മുഞ്ചത്തിയുമാണ്. അപ്പൊ ഇതിൽ ഒരു മണിമാരനെ നമുക്കൊന്ന് കണ്ടാലോ, ആൻഡ് ആ മണിമാരന്റെ പാട്ടൊന്ന് ആസ്വദിച്ചാലോ? അതിന്റെ ഒരു സുഖം വേറെ ആയിരിക്കും അല്ലെ. അപ്പോൾ അനന്തകൃഷ്ണൻ നമ്മളോടൊപ്പം വരുന്നുണ്ട്, നല്ലൊരു പാട്ട് നമുക്കായി പാടിത്തരാൻ. ലെറ്റ്സ് വെൽക്കം അനന്തകൃഷ്ണൻ. ഹായ്, ഞാൻ അനന്തകൃഷ്ണൻ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ കിനാനൂർ കൈതളം പഞ്ചായത്തിലെ മഞ്ഞനങ്കാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വരുന്നു. കുട്ടി കുട്ടി പട്ടുറുമാൽ, കുട്ടി പട്ടുറുമാൽ, ഹേ കുട്ടി കുട്ടി പട്ടുറുമാൽ, കുട്ടി പട്ടുറുമാൽ. ഇനി കുട്ടി പട്ടുറുമാലിൽ നല്ല നല്ല മാപ്പിളപ്പാട്ടുമായി ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം. കൃഷ്ണൻ, അങ്ങനെ നമ്മുടെ മണിമാരനും മുഞ്ചത്തി എന്ന റൗണ്ടിൽ മണിമാരനായിട്ടാണ് വന്നിട്ടുള്ളത്. അതെ അല്ലേ? ഓക്കെ. ആൻഡ് ആദ്യമായിട്ടാണ് ഒരു മണിമാരനെ 3/4 ഒക്കെ ഇട്ട് നല്ല ടീഷർട്ടൊക്കെ ഇട്ട് നല്ല യോ ആയിട്ട് വന്നിരിക്കണം. ഒരു യോയോ എടുത്ത് നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും ഒരു യോയോ. അത് തന്നെ യോയോ. ശരി, അപ്പോൾ ഈ ഫ്രീക്കൻ എവിടുന്നാ വരണേ? കാസർഗോഡ് നിന്നാണ് വരണേ. ചെറിയൊരു നാടൻ വരണ്ടോ ഇന്ന് മണിമാരനായിട്ട് വന്നോണ്ട്? ഇല്ല അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് വലിയ കുട്ടിയായിട്ട് കല്യാണം കഴിക്കാൻ പോകും. ഇപ്പൊ ഒരു കല്യാണ ചെക്കനെ പോലെയല്ലേ ഒരു പാട്ട് പാടാൻ വന്നിട്ടുള്ളേ. അപ്പൊ എങ്ങനത്തെ കുട്ടിയെ കല്യാണം കഴിക്കണ്ടേ? ഏതെങ്കിലും ഒരു കുട്ടി മതിയോ? നല്ലോണം കറുത്ത് പല്ലൊക്കെ പൊന്തി കണ്ണടിയൊക്കെ വെച്ച് അങ്ങനത്തെ കുട്ടിയാ മതിയോ? മതിയില്ലേ? എന്താ? അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ നടികൾ അതുപോലെ മതിയെന്ന്? ഇപ്പോ ഏതെങ്കിലും സിനിമാ നടികൾ അതേ ചായുള്ള ആരെങ്കിലും മതിയോ? പറയ്, എങ്ങനെയാ സങ്കല്പം? അങ്ങനെയൊന്നുമില്ല. കിട്ടിയാൽ അല്ല കല്യാണം കഴിക്കോ വലിയ കുട്ടിയാവുമ്പോ? നോക്കാം, ആർക്കോ വേണ്ടി നോക്കാം. ശരി, അനന്തകൃഷ്ണ ഇന്ന് ഏത് പാട്ടാ പാടാൻ പോണേ? ഓക്കെ. അപ്പൊ ഇതാരെ പഠിപ്പിച്ചെന്നേ പാട്ടൊക്കെ? ചേച്ചി വന്നിട്ടുണ്ടോ ഇവിടെ? ചേച്ചി വന്നിട്ടില്ല അല്ലേ? അപ്പോൾ ചേച്ചി നല്ലപോലെ ട്രെയിനൊക്കെ ചെയ്ത് വിട്ടു. പിന്നെ നമ്മുടെ അഷ്റഫ് കെയും ബഷീർക്കും എല്ലാവരും പാട്ടൊക്കെ കേട്ട് മിസ്റ്റേക്സ് ഒക്കെ മാറ്റി തന്നു അല്ലേ? നല്ല മിടുക്കനായിട്ട് പാട്ട് പാടും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഇപ്പോഴും എന്താ പറയുക, ഒരു മാജിക്കൽ വേൾഡിലാണ് സീസൺ 2 കിട്ടിയ ആ ഒരു അത്ഭുതമൊക്കെയാണ് ഈ ഫേസിൽ കാണുന്നത്. എവിടെയൊക്കെയോ ആണ് അല്ലേ? ഭയങ്കര ത്രില്ലായിട്ട് നിൽക്കുകയാണ് അല്ലേ മോനും? അപ്പോൾ ശരി, അപ്പോൾ ഇതിലും പാട്ട് പാടിക്കോളൂ. ഓൾ ദ ബെസ്റ്റ്. കാരുണ്യം കിട്ടുന്നത് കണ്ടോളി, അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട, പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട,
മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്. മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്. അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്. അതിവേഗം നിസ്കാര പായ വിരിക്ക്. അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്. അതിവേഗം നിസ്കാര പായ വിരിക്ക്. പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി. പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട. പൊന്നാരെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. അമ്പലവും പുണ്യ മസ്ജിദുമെല്ലാം അൻപിന്റെ കാഹളമൂതുകയല്ലോ. അമ്പലവും പുണ്യ മസ്ജിദുമെല്ലാം അൻപിന്റെ കാഹളമൂതുകയല്ലോ. എന്നിട്ടും വാളൂരി നിൽക്കുന്നു നമ്മൾ. ഒന്ന് ജയിക്കുവാൻ നോക്കുന്നു നമ്മൾ. എന്നിട്ടും വാളൂരി നിൽക്കുന്നു നമ്മൾ. ഒന്ന് ജയിക്കുവാൻ നോക്കുന്നു നമ്മൾ. പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി. പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട. പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. ശംഖ് വിളിച്ചു നാം ബാങ്ക് വിളിച്ച്, ശബ്ദത്താൽ ദൈവത്തെ പാടി സ്തുതിച്ച്. ശംഖ് വിളിച്ചു നാം ബാങ്ക് വിളിച്ച്, ശബ്ദത്താൽ ദൈവത്തെ പാടി സ്തുതിച്ച്. എന്നിട്ടും വില്ലമ്പെടുക്കുന്നു നമ്മൾ. പിന്നീട്ട കാട്ടിലോളിക്കുന്നു നമ്മൾ. എന്നിട്ടും വില്ലമ്പെടുക്കുന്നു നമ്മൾ. പിന്നീട്ട കാട്ടിലോളിക്കുന്നു നമ്മൾ. പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി. പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട. പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി. പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അനന്തകൃഷ്ണൻ കുട്ടു 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 ഗുഡ് ബോയ് ട്ടോ. ഇത് രസമായിട്ടാ പാടിയത്. കൈയൊക്കെ തണുത്തിരിക്കണ്ടല്ലോ, നോക്കട്ടെ. ഇപ്പൊ പാടിക്കഴിഞ്ഞപ്പോ ടെൻഷൻ മാറിയില്ലേ? നമുക്ക് സിമ്പിളായിട്ട് ഇനി വന്ന് പാടിപ്പോവാ അല്ലേ? അപ്പൊ നല്ല ഗുഡ് ബോയ് ആയിട്ട് പാടി. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം. ആരോടാ ചോദിക്കണ്ടേ? ഫിറോസ്ക. അനന്തു അങ്ങനെയാണോ വിളിക്കുക വീട്ടിൽ? വീട്ടിലെന്താ വിളിക്കുക? വീട്ടിലെ അപ്പൊന്ന് വിളിക്കാം. അപ്പു ആണോ? അപ്പം ഞാനും അപ്പു എന്ന് വിളിക്കാം. അപ്പുക്കുട്ടൻ എന്ന് വിളിക്കാം അല്ലേ? എത്രാം ക്ലാസ്സിലാ? 5. 5ലേക്ക് പോയി അല്ലേ? മ്യൂസിക് പഠിക്കുന്നത് സരസ്വതി കലാക്ഷേത്രയിൽ. എത്ര കൊല്ലമായി പഠിക്കുന്നു? 1 കൊല്ലമായി. 1 വർഷമായിട്ടുള്ളൂ. ആ, ചെറിയ കുട്ടിയല്ലേ? 1 വർഷം ഒരു പീരീഡാണ് മോനെ സംബന്ധിച്ച്. അപ്പോൾ സംഗീത പഠനം തുടരണം. നന്നായി പാടി കേട്ടോ, നന്നായി പാടി. ഇത് മോന് ഒരു ഇപ്പോൾ കുട്ടികൾ പാടിയ പാട്ടുകളിൽ
ചില പാട്ടുകളെ എടുത്ത് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ നല്ല ഭയങ്കര മെസ്സേജുള്ളൊരു പാട്ട് മോൻ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഗതി അല്ലേ? ശംഖ് വിളിക്കുമ്പോൾ ബാങ്ക് വിളിക്കുക എന്ന് പറയുന്ന ഒരു മെസ്സേജ് മാത്രം മതി. ആ 2 വിളികൾ ചേർത്ത് നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കുമ്പോൾ പി.ടി. അബ്ദുറഹ്മാൻ ഖായുടെ വരികൾ മോനെപ്പോലെ അനന്തു എടുത്ത് പാടി എന്ന് പറയുമ്പോൾ, അനന്തകൃഷ്ണൻ എടുത്ത് പാടി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നത് കേട്ടോ. അതിൽ കുറേ സംഗതികളുണ്ട്, അത് മോന് മനസ്സിലാവില്ല, നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവും. അത് പിന്നെ ചെറിയ ചെറിയ സംഗതികളില്ലേ അല്ലേ, അത് മോന് കുട്ടി 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 അല്ലേ പാടുന്നത്. എവിടെയാണ് കുട്ടി 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 കുട്ടിപ്പട്ടുറുമല്ല പാടുന്നത്. അപ്പോൾ കുട്ടി കുട്ടി സംഗതികളൊക്കെ നമുക്ക് അതൊക്കെ ഇനി ഒരുപാട് നിങ്ങളുടെ തൊണ്ടയിൽ വരുത്താനുള്ള ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെയുണ്ട്. പിന്നെ അത് മാഷോട് പറയുക. ടീച്ചറാണോ? മാഷാണ്. മാഷോട് പറയുക ഇതുപോലെ എടുക്കുന്ന പാട്ടുകളൊക്കെ കൃത്യമാക്കി പഠിപ്പിച്ച് തരണമെന്ന് കേട്ടോ. മോന് നല്ല എന്തോ ഒരു എക്സ്ട്രാ ഓർഡിനറി സംഗതി മോനിലുണ്ട്. അത് ഇനി പുറത്ത് വരും കുട്ടിപ്പട്ടുറുമാലിലൂടെ കേട്ടോ. അതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് പിന്നെ എന്താ പറയുക, ചില സമയത്ത് മോൻ ചിലപ്പോൾ കിടുക്കി പാടിക്കളയും. അങ്ങനത്തെയൊക്കെ ചില ഒരു ഇൻബോൺ സംഗതികൾ മോനിലുണ്ട് എന്ന് എനിക്കിങ്ങനെ തോന്നുന്നു കേട്ടോ. നല്ല നല്ല പാട്ടുകൾ പഠിച്ച് നമ്മളോടൊപ്പം ഉണ്ടാവുക. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. നൗ സച്ല. നല്ല പാട്ടാണ് കൊണ്ടുവന്ന്, നന്നായി തന്നെ മോൻ പാടി. നല്ല പാട്ടുകൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പിന്നിൽ ആരൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയണമല്ലോ അല്ലേ. സംഗീതം കൊടുത്ത ആരാന്നറിയോ? ചാന്ത് പാഷയാണ് സംഗീതം നൽകിയത്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയേണ്ടതുണ്ട്. കാരണം നിരവധി പാട്ടുകൾ, നല്ല നല്ല പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഞാനൊരു സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് ഫസ്റ്റ് വാങ്ങിക്കുന്നത് ഇദ്ദേഹം കമ്പോസ് ചെയ്തെന്ന ഗസൽസ് പാടിയിട്ടാണ്, ഉറുദു ഗസൽ പാടിയിട്ടാണ് എനിക്ക് സ്റ്റേറ്റ് ലെവലിൽ ആദ്യമായിട്ട് ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് സ്റ്റേജിൽ ഓർമ്മിക്കണം. പിന്നെ ഈ പാടിയിരിക്കുന്നത് മുക്കം സാജിദത്തെയാണ്. എനിക്ക് തോന്നുന്ന അവർ പാടിയ പാട്ടുകളൊക്കെ നമ്മളെ കുട്ടികൾക്ക് എടുത്ത് പാടാൻ പറ്റുന്ന പാട്ടുകളാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങളിത് സെലക്ട് ചെയ്യുന്നത് അല്ലേ. മോന് പറ്റുന്നത് പോലെ മോൻ പാടിയിട്ടുണ്ട്. പിന്നെ മോൻ പാടുന്ന കേൾക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, ചെറിയ കുട്ടികൾ ചെറിയ മോനെക്കാട്ടി ഏജ് കുറഞ്ഞ കുട്ടി പാടുന്ന പോലെ ഉണ്ട്. ഇങ്ങനെ കൊഞ്ചിട്ടാണ് പാടുന്നത്. പക്ഷെ കുറച്ചുകൂടി നമുക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ, ഫിറോസ്ക പറഞ്ഞില്ലേ, ഈ തൊണ്ടയിൽ കുറച്ചുകൂടി നമ്മൾ വിചാരിക്കാത്ത സംഗതികളൊക്കെ വരും. അപ്പം നന്നായി പാട്ട് പഠിക്കുന്ന കുട്ടിയാണല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും വരും, നമുക്ക് ട്രൈ ചെയ്യണം. പിന്നെ എന്താ പറയുക, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സച്ല. ശബ്ദം എന്ത് രസമായിട്ടാണ് അനന്തു പാടിയേ. ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് അല്ലേ അനന്തുവിൻ്റെ. പിന്നെ അനന്തു എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, പേടിക്കുന്നത്? സ്കൂളിൽ പാടുമ്പോൾ ടെൻഷൻ ഉണ്ടോ? സ്കൂളിൽ പാടുമ്പോൾ ടെൻഷനല്ല. ഇല്ലല്ലോ. അതുപോലെ ഇവിടെ പാടിക്കൂടെ? ആദ്യമേ പറഞ്ഞില്ലേ ഫ്രണ്ട്സ് ആണെന്ന് എല്ലാവരും. മോന് ഭയങ്കര, എനിക്ക് തോന്നിയത് ഭയങ്കര നിഷ്കളങ്കതയായിരുന്നു പാട്ടിൽ. നിഷ്കളങ്കത, അതായത് എല്ലാം ഈ കേൾക്കുന്നവർക്ക് ഒക്കെ തോന്നും. കാര്യം വളരെ ഒരു നിഷ്കളങ്കമായ ഭാവത്തിലൂടെ ഇങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കും. ഇടയ്ക്ക് മ്യൂസിക് വരുമ്പോൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നിൽക്കും. പക്ഷെ ആളത്ര മോശമൊന്നും അല്ലെന്ന് എനിക്കറിയാം. ഇവിടെ നിന്ന് ഡാൻസൊക്കെ ചെയ്യുന്ന ഞാൻ ഇന്നലെ കണ്ടു. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് കാണണം. പക്ഷെ അവിടെ നിന്നിട്ട് തന്നെ കാണണം. ഞാനൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ അനന്തുവിന്. അതെല്ലാ കുട്ടികൾക്കും കൂടെ ഉള്ളതാണ്. അതായത് അത് കേൾക്കുമ്പോൾ ചിലപ്പം കോമഡി ആയിട്ട് തോന്നും, പക്ഷേ അല്ല, കോമഡി അല്ല. അത് വേറെ വലിയ ഒരാൾ പറഞ്ഞു തന്നതാണ് കുട്ടിയായിട്ടിരിക്കുമ്പോൾ. അതായത് നമുക്ക് ഈ സ്റ്റേജിൻ്റെ പുറത്ത് നിന്നിട്ട് പാടുമ്പോൾ ഉള്ള ടെൻഷൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് വീട്ടിലൊരു പ്രാക്ടീസ് ഉണ്ട്. കട്ടിലില്ലേ, കിടക്കുന്ന കട്ടിലിന് പുറത്ത് കയറി നിന്നിട്ട് പാടണം. ചിരി വരുന്നുണ്ട് എല്ലാവർക്കും. പക്ഷെ കാര്യമായിട്ടാണ് മോനെ പറഞ്ഞത്. കട്ടിലിന് പുറത്ത് നിന്നിട്ട് മോൻ പാടി പ്രാക്ടീസ് ചെയ്ത് നോക്കണം ഈ പാട്ടുകളൊക്കെ. അപ്പോൾ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ അത് മനസ്സിലാവും. പക്ഷെ ഞാനെന്നും കട്ടിലിൻ്റെ പുറത്ത് കയറി നിന്നിട്ടൊന്നും അല്ല കേട്ടോ പാടുന്നത്. കുഞ്ഞിലൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ. അന്ന് നോക്ക് അങ്ങനെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നം ആൻഡ് താങ്ക് യു ഓൾ ജഡ്ജസ്. അങ്ങനെ നമ്മുടെ അപ്പുക്കുട്ടൻ്റെ പാട്ട് ഇവിടെ പാടിക്കഴിഞ്ഞു. അപ്പോൾ ഈ അപ്പുക്കുട്ടൻ തൊപ്പിക്കാരൻ എത്ര മാർക്സ് ആണെന്നുള്ളത് നമുക്ക് ചോദിക്കാം. മാർക്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സന്തോഷമായി അല്ലേ? ഫിറോസിക്ക ഔട്ട് ഓഫ് 40. അപ്പുക്കുട്ടന് 38. 38 ഔട്ട് ഓഫ് 40. നല്ല മാർക്കാ. ഇനി നമുക്ക് ചോദിക്കാം ഷബ്നത്തിൻ്റെ അടുത്ത്. ഷബ്നം ഔട്ട് ഓഫ് 30. 28. 28 ഔട്ട് ഓഫ് 30. Then സച്ല ഔട്ട് ഓഫ് 30. ഞാൻ വിചാരിച്ച മാർക്കിനേക്കാളും കൂടുതലുണ്ട്. അത് മോൻ്റെ ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടും നന്നായി ഇനി പാടാൻ വേണ്ടിയിട്ടും കേട്ടോ. 28. Again 28 out of 30. Then total score 94 out of 100.
അപ്പൊ ഞാൻ താങ്ക് യു ബൈ ഒന്നും പറയില്ല. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡില്ലേ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന നേരത്ത് ഡാൻസോ മിമിക്രിയോ അങ്ങനെ എന്തെങ്കിലും കാണിക്കാന്ന് പറഞ്ഞിരുന്നില്ലേ? അപ്പൊ എന്താ കാണിക്കുക? എന്നാലും ഞങ്ങൾ വിടുള്ളൂ. മിമിക്രി. ഓക്കെ, മിമിക്രിയിൽ എന്താ കാണിക്കുക? എലി പ്രാർത്ഥിക്കണതോ? ആ എലി പ്രാർത്ഥിക്കണത് നമുക്ക് കാണണ്ടേ? അപ്പൊ നോക്കിയിരുന്നോളൂ കേട്ടോ. എലി ഇപ്പൊ പ്രാർത്ഥിക്കും. നമ്മുടെ അപ്പുക്കുട്ടൻ എലി ഇപ്പൊ പ്രാർത്ഥിക്കുവേ. അപ്പോൾ ഇങ്ങനെ എന്തായാലും നല്ലപോലെ പ്രാർത്ഥിച്ച് നല്ല ഒരു മിടുക്കൻ അപ്പുക്കുട്ടനായിട്ട് ഇനിയും വരണം കേട്ടോ. എന്നാലും എലി പ്രാർത്ഥിക്കണം നമ്മൾ കണ്ടില്ലേ? ഇങ്ങനെയാണ് എലി പ്രാർത്ഥിക്കുക. അപ്പോൾ എന്തായാലും മോനു താങ്ക് യു സോ മച്ച്. 94 ഉണ്ട്. അടുത്ത തവണ വരുമ്പോൾ 95 കൂടുതൽ മാർക്ക് വാങ്ങണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ നമ്മുടെ കുട്ടി പട്ടുമാൽ തീരെ പ്രായം കുറഞ്ഞപ്പോൾ കുട്ടി 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 പട്ടുമാലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അടുത്തത് നമ്മളോടൊപ്പം ഹാദിയുണ്ട്. ലെറ്റ്സ് വെൽക്കം ഹാദിയ എൻ മണിമാരനും മുഞ്ചത്തിയും. ഹായ്, എൻ്റെ പേര് ഹാദിയ. ഞാൻ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ എന്ന സ്ഥലത്തു നിന്നും വരുന്നു. ഞാൻ ASMM HSS സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പട്ടുറുമാൽ കുട്ടി പട്ടുറുമാൽ, ഹേ കുട്ടി കുട്ടി പട്ടുറുമാൽ കുട്ടി പട്ടുറുമാൽ, ഇത് പാടും കുഞ്ഞുറുമാൽ മനമേറും പൊന്നുറുമാൽ. ഇനി നല്ല നല്ല മാപ്പിളപ്പാട്ടുകളുമായി നിങ്ങളുടെ മുമ്പിൽ ഞാനും ഉണ്ടാകും. ആഹാ ഹാദിയ, കൊള്ളാലോ, നല്ല രസമുള്ള ഹൈട്ടോ. അടുത്തേലും ഞാൻ ഇങ്ങനെ ഹൈ പറയേ. ഓക്കെ മോളു, നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ഇട്ടിട്ടാ വന്നിട്ടില്ല, സുന്ദരി കുട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടുന്നാ വാങ്ങിയേ? പാലക്കാട്. പാലക്കാട്. നാട് പാലക്കാടാണോ? അതെ. അതെ അല്ലേ. ഓക്കെ, അപ്പൊ പാലക്കാട് വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉമ്മയും അനിയത്തി, അനിയത്തി, പിന്നെ ഏട്ടനും. ഓക്കെ, അപ്പൊ ഇന്ന് ഇവിടെ ആരൊക്കെയാ വന്നിട്ടുള്ളേ? ഇവിടെ മാമയും ഇത്തെ. അപ്പൊ അനിയത്തിക്കുട്ടിയെ കൊണ്ടുന്നില്ല? എങ്ങനെ അനിയത്തിക്കുട്ടിയുടെ തല്ലുകൂടാറുണ്ടോ? ആരെ കുറുമ്പ് കാണിക്കാറ് കൂടുതല്? അനിയത്തിയോ? എന്നിട്ട് അടി കിട്ടാറാർക്കാ? എന്ത് കഷ്ടല്ലേ. ഉമ്മ വന്നിട്ടുണ്ടോ? നമുക്ക് ഉമ്മയെ വന്നിട്ടില്ല അല്ലേ? ഉമ്മ കഷ്ടമുണ്ട് കേട്ടോ. ആദ്യം കൂടെ ഒന്ന് ഇടയ്ക്കൊന്ന് കൺസിഡർ ചെയ്യണേ. ശരി, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏത് പാട്ടാ പാടാൻ പോണേ? ആകെ ചുറ്റില. ആകെ ചുറ്റില. നല്ല പാട്ടാണ് മോളു. അപ്പം നല്ല പോലെ പാട്ടൊക്കെ പാടുക. നമ്മുടെ ജഡ്ജസ് 3 പേരും മോളുടെ പാട്ട് കേൾക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. നല്ലപോലെ പാടില്ലേ? പ്രോമിസ്? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
ഒരു ചിക്ക ഹബീബുള്ള. ഹാദിയ കുട്ടി ചേച്ചി അങ്ങനെ പാടിക്കഴിഞ്ഞല്ലേ? എന്തോ നീ റിഹേഴ്സലിനൊക്കെ പാടിയ പോലെ പാടാൻ പറ്റുമോ? അതിനേക്കാളും സൂപ്പറായിട്ട് പാടാൻ പറ്റിയോ? കുഴപ്പമില്ലാന്ന്. രണ്ടിന്റെ നടുവിലാണോ? കുഴപ്പമില്ലാതെ പാടാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ജഡ്ജസിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഫിറോസ്ക ആൻഡ് എല്ലാവരോടും. ശരിക്കും ഇങ്ങനെ നിൽക്കണാണ് നമ്മളെ നമ്മുടെ മെഹറിന്റെ ഒരു കറക്റ്റ് ആണോ? ശരിക്കും മെഹറിനെ പോലെ തോന്നുന്നുണ്ടല്ലേ? ഇവിടെ ഫുൾ സൗണ്ട് ആണെങ്കിലും കാണാനാണെങ്കിലും ഒക്കെ സീസൺ 1 കുട്ടികളിലേക്ക് ഒരു ആംബിയൻസ് ഇവിടെ വരുന്നുണ്ടല്ലേ? അപ്പോൾ നമ്മുടെ മെഹറിനെ അറിയോ? മെഹറിനെ അറിയാം. മെഹറിന്റെ അതേപോലെ ഉണ്ട് കേട്ടോ, കാണാനായിട്ട് നല്ല പബ്ലികളായിട്ടിരിക്കുന്നുണ്ട്. പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചോദിക്കാം. സജ്ല ഹാദിയ, ഞാനും ഫസ്റ്റ് ഇതന്നെ പറയാനിരിക്കുകയായിരുന്നു. ഇങ്ങനെ നടന്ന് വരുമ്പോൾ കറക്റ്റ് നമ്മൾ മെഹറിൻ തന്നെ. മെഹറിന് എന്തായാലും ഇഷ്ടമായിരിക്കും. ഈ പ്രായത്തിലുള്ള കുട്ടികൾ നമ്മൾ എവിടെ പോകുമ്പോൾ മെഹറിനോട് അന്വേഷണം പറയണേ, ഡ്രസ്സിങ് ഇഷ്ടമാണ് എന്നൊക്കെയാണ് പറയാറ്. മെഹറിൻ്റെ കണ്ടിട്ടാണ് ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇടാൻ തുടങ്ങിയേ? അതെ അതെ അല്ലേ? കാരണം ഞാൻ പറഞ്ഞില്ലേ, മെഹറിൻ്റെ ഫാൻസാണ് എവിടെ നോക്കിയാലും. മോളെ കാണാൻ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ, സ്കാർഫൊക്കെ കുത്തി നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ മെഹറിൻ്റെ പാട്ടിൻ്റെ അത്ര എത്തണമെങ്കിൽ കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ. മെഹറിൻ നന്നായി പാടുന്ന കുട്ടിയാണല്ലോ, അപ്പം അത്ര നമുക്ക് എത്തണ്ടേ? മെഹറിനെ പോലെ ആവണ്ടേ അല്ലേ? പാട്ടും കൂടി കുറച്ചുകൂടെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാം. പിന്നെ മോളെ ഇത് കുറച്ച് ടഫാണ് ലിറിക്സ് ഒക്കെ പഠിച്ചെടുക്കാനൊക്കെ അല്ലേ? കുറേ ദിവസം എടുത്തോ പഠിക്കാൻ? ഇതിനായിട്ട് പഠിച്ചതല്ലേ അല്ലേ പാട്ട്? അതെ. കുറേ ദിവസം എടുത്തു അല്ലേ? മോള് മാക്സിമം അത്ര കറക്ഷൻസ് ഒന്നും വന്നിട്ടില്ല, ലിറിക്സിലൊന്നും അത്ര പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ മോള് ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ കുറച്ചൊരു അൺസ്റ്റഡിനെസ് ഉണ്ട്. അത് മോള് പ്രാക്ടീസ് ചെയ്ത മോൾക്ക് എന്തായാലും മാറ്റിയെടുക്കാൻ പറ്റും. പാട്ട് പഠിക്കുന്നുണ്ടോ മോള്? ഇല്ല, പഠിക്കാൻ തുടങ്ങിക്കോളൂ കേട്ടോ. പാട്ടൊക്കെ പഠിക്കാൻ തുടങ്ങിയാൽ നമുക്ക് പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. നല്ല വോയിസാണ് മോളുടെ, നമുക്ക് പാടാനും നല്ല കഴിവുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പാട്ട് പഠിക്കുന്നതിലൂടെ അത് ശരിയാക്കാൻ പറ്റും. പിന്നെ ഇതിൽ കുറേ ലോങ് ലൈൻസൊക്കെ വരുന്നുണ്ടല്ലേ, അനുപല്ലവിയിലാണെങ്കിലും അതൊക്കെ മോള് കറക്റ്റായിട്ടുണ്ട്. മോളത് പാടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പാലക്കാട് കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ, നല്ല ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന സ്ഥലമാണല്ലോ പാലക്കാട് അല്ലേ? അടുത്ത പ്രാവശ്യം വരുമ്പോഴേ ഇവിടെ 2 കിലോ അവിടെ 1 കിലോ അങ്ങനെ കുറേ ആൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഓർക്കസ്ട്ര ടീമിന് കൊണ്ടുകൊടുക്കണം കേട്ടോ. അവിടെ കുറേ വിശപ്പുള്ള ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് അതാ ബിജുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് ചോദിക്കാറുണ്ട്, നട്ട്സ് ഉണ്ടോ, ബിസ്ക്കറ്റ് ഉണ്ടോ? അപ്പോൾ അവർക്ക് എന്തായാലും മോള് കൊണ്ടുകൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഫ്രൂട്ട്സ്. ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കും ഒരു വലിയൊരു കൊട്ട നിറയെ കൊണ്ടുവന്നോളൂ കേട്ടോ. താങ്ക് യു സജ്ല. ശബ്നം പൊളിച്ചു ഹാദിയ, എനിക്ക് ഇഷ്ടപ്പെട്ടു മോളെ. പിന്നെ ശരിക്കും ഇവിടുന്ന് കണ്ടിട്ടേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്യൂട്ടി അല്ലേ ലക്ഷ്മി? നന്നായിട്ട് പാടുന്നുണ്ട് മോള് കുറേ പാട്ട് പഠിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞേ? പഠിച്ചാൽ മതി. പിന്നെ വേറൊരു കാര്യമുണ്ട് മോളെ, പ്രത്യേകിച്ച് ഈ നമ്മുടെ ലിറിക്സ് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ കുറേ പ്രാക്ടീസ് ചെയ്യണം. കാര്യം ലിറിക്സ് എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്. ഈ പറയുന്ന പോലെ കേൾക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. ഈ ചത്തര പത്തര പത്തര കത്തര എന്നൊക്കെ പറയുമ്പോൾ അത് ഈ പ്രായത്തിൽ പാടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മോള് നന്നായിട്ട് കുറേ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം വന്ന് പാടാനായിട്ട്. പിന്നെ ചെറിയ പ്രശ്നങ്ങളുള്ളത് അതൊക്കെ ശരിയാവും കേട്ടോ. അതൊക്കെ ഇനി ആദ്യത്തെ സ്റ്റേജല്ലേ, മീൻസ് ആദ്യത്തെ പെർഫോമൻസ് അല്ലേ, അപ്പോൾ കുഴപ്പമില്ല, എല്ലാം നമുക്ക് റെഡിയാക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നമുക്ക് ഫിറോസ്ക അടുത്ത് ചോദിക്കാം. ചോദിക്കൂ. അത്ര വലിയ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഫിറോസ്ക എന്ന് വിളിക്കാനേ പറഞ്ഞിട്ടുള്ളൂ ലക്ഷ്മി. ഫിറോസ്ക ഭയങ്കര എങ്ങനെയുണ്ടായിരുന്നു? വർഷങ്ങളായിട്ട് നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടല്ലോ. അത് മെഹറിനാന്ന് പറഞ്ഞപ്പോഴേ മെഹറിൻ അങ്ങോട്ട് അവളിലേക്ക്, മോള് കാണാൻ നല്ല സുന്ദരി കേട്ടോ. മെഹറിനെ പോലെ എന്ന് പറയുമ്പോൾ പാട്ടിലേക്ക് ഇനി മെഹറിൻ്റെ ഒരു ലെവലിലേക്ക് ഉയരാനുള്ള ശ്രമം കൂടി ഉണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് സെക്കൻഡ് മെഹറിൻ. ഞങ്ങൾക്ക് വേറൊരു മെഹറിനെ കിട്ടും. പക്ഷെ മോൾ അതിന് ട്രൈ ചെയ്യണം കേട്ടോ. മോൾ ഒരുപാട് ട്രൈ ചെയ്യണം. മോൾ ഈ പാട്ടിലിപ്പോൾ ഇതിൻ്റെ ഒരു കളറാണ്, കുട്ടികൾ ഡാൻസ് ചെയ്തതും അതെല്ലാം കൂടെ ചേർത്ത് ലിറിക്കൽ വൈസ് മോൾ ഓക്കെ ആയിരുന്നു. ട്യൂൺ എന്ന് പറയുന്നത് ഈ പാട്ടിലുണ്ട് ഒരുപാട് സംഗതികൾ. അതെല്ലാം പാടിത്തന്നാൽ എൻഡ് വരെ പാടി തരേണ്ടി വരും. അപ്പോൾ അത് മോള് അതിൻ്റെ സ്റ്റഡിനെസ് എന്ന് പറയുന്നത് ഒന്നുകൂടി വരുത്താനുണ്ട്. അത് മോൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒറിജിനൽ കേൾക്കുമ്പോഴും കേട്ടോ, മനസ്സിലായിട്ടുണ്ട് അത്. പക്ഷെ അത് നമ്മുടെ തൊണ്ടയിൽ വരുത്താനുള്ളൊരു പ്രയാസം കൊണ്ടാണ് ഇങ്ങനെ പാടിപ്പോകുന്നത്. പിന്നെ മോൾ അത്രയും ലിറിക്സ് പാടി എൻഡിലേക്ക് വരുമ്പോൾ മോള് ഇതായി പോകുന്നു, പതറിപ്പോകുന്നു. അപ്പോൾ അത് ഫിനിഷ് ചെയ്യാനൊക്കെ എവിടേക്കോ തൊട്ടാണ് നിൽക്കുന്നത്. ഇത് മോളുടെ ഒരു വലിയ കുറവായിട്ടല്ല ഞാൻ പറയുന്നത്, എന്നാലും അത് വരുത്താൻ ശ്രമിക്കണം.
കേട്ടോ. കാരണം ഇങ്ങനത്തെ പാട്ടുകൾ നിങ്ങളുടെ പ്രായക്കാർ എന്താ പറയുക ഞെട്ടിച്ചുകൊണ്ട് പാടിയാൽ എവിടെയോ എത്തിക്കും നിങ്ങളെ പ്രേക്ഷകർ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക, താങ്ക് യു ഓൾ ജഡ്ജസ്. അപ്പോൾ ഏതായാലും ഇനി മാർക്ക് വേണം, മാർക്കില്ലാത്ത കളിയില്ല. ഫിറോസിക്ക മാർക്ക് തരൂ ഔട്ട് ഓഫ് 40. ഞാൻ ഹാദിയക്ക് ഈ പാട്ടിന് 37.5. 37.5 ഔട്ട് ഓഫ് 40. നല്ല സ്കോറാ. സജില ഔട്ട് ഓഫ് 30. ഹാദിക്ക് 28. 28 ഔട്ട് ഓഫ് 30. Then ശബ്ദം again ഔട്ട് ഓഫ് 30. പാട്ട് പഠിക്കുന്ന ഉറപ്പാണല്ലോ. 28.5. 28.5 ഔട്ട് ഓഫ് 30. അങ്ങനെ മോള് ടോട്ടൽ സ്കോർ 94 ഔട്ട് ഓഫ് 100. ഓക്കെ മോളു, ഏതായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത തവണ വരുമ്പോൾ പാലക്കാടുള്ള എന്താ പറഞ്ഞിട്ടില്ലേ കൊണ്ടുവരാനായിട്ട് ഒരു കൊട്ട ഫ്രൂട്ട്സ് അതുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ താങ്ക് യു മോളു. അപ്പോൾ കൊട്ടയ്ക്ക് മാർക്കും തരാം. ബൈ. ഏതായാലും ഇനി അടുത്തതായിട്ട് നമ്മളോടൊപ്പം വരാൻ പോകുന്നത് ഷാൻവർ ആണ്. ലെറ്റ്സ് വെൽക്കം ഷാൻവർ. ഹായ്, എൻ്റെ പേര് മുഹമ്മദ് ഷാൻവർ ബാബു. ഞാൻ മലപ്പുറം തുവൂരിൽ നിന്നും വരുന്നു. കുട്ടി കുട്ടി പട്ടുറുമാൽ കുട്ടി പട്ടുറുമാൽ ഹേ കുട്ടി കുട്ടി പട്ടുറുമാൽ 6ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. ഈ കുട്ടി പട്ടുറുമാൽ സീസൺ 2 നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. ഷാൻവർ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഇതെന്ത് പറ്റി? ഭയങ്കരമായിട്ട് ഇങ്ങനെ പേടിച്ചു പഠിച്ച എന്നെ കണ്ടിട്ട് പേടിയാവുണ്ടോ? സത്യം പറയണം. ഇല്ല, എന്നെ കണ്ടിട്ട് ഇത്ര പേടിയാവുണ്ട്? ഇല്ല, വെറുതെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണല്ലേ, തമാശക്ക്. മാച്ചിങ് ആയിട്ടുള്ള വാച്ച് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇതാരും വാങ്ങി തന്നതാ? ഉപ്പ വാങ്ങി തന്നതാ. എങ്ങനെയാ വീട്ടില് ഭയങ്കര ഒരു പാവം പൂച്ചക്കുട്ടിയാണോ? കുറുമ്പൊന്നും കാണിക്കില്ലേ? നാണം വരുന്നുണ്ടോ? പിന്നെന്താ, കുറുമ്പ് കാണിക്കോ? എന്തെങ്കിലും കളിക്കാൻ പോവാറുണ്ടോ? ക്രിക്കറ്റോ ഫുട്ബോളോ? എന്ത് കളിയാ കളിക്കാൻ പോവാറ് വീടിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള കുട്ടികളുടെ കൂടെ? ഫുട്ബോൾ കളിക്കാൻ പോവും. എന്തെങ്ങനെ ഗോൾ അടിക്കോ? അങ്ങനെയൊന്നുമില്ല. ശരി, അപ്പൊ ഇതെല്ലാം നമുക്ക് ഇവിടെ നല്ലൊരു പാട്ട് പാടി ഒന്ന് ഗോൾ അടിക്കാം. അടിക്കോ? ഉറപ്പല്ലേ? 95+. ഓക്കെ, അതൊരു ഗോൾ തന്നെയാണ്. ഏത് പാട്ടാ പാടാൻ പോണേ? ആകെ പ്രപഞ്ചങ്ങൾ. ആ പാട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര ഫോമായി തുടങ്ങി. ഞങ്ങൾക്ക് ഗോൾ അടിക്കേണ്ടതാണ്. അപ്പൊ ഇതിലും ഓൾ ദി ബെസ്റ്റ് മോനു. നല്ലപോലെ പാടും കേട്ടോ. ഓക്കെ. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീ നാഥനെ, ആകെയും കാരുണ്യം നൽകും പടച്ചോനെ. ജനനം മുതൽ ദുഃഖങ്ങൾ കൂടെ പിറപ്പാണേ, ജന്നത്തീരു ലോകമേകയൻ സുബ്ഹാനേ. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീ നാഥനെ, ആകെയും കാരുണ്യം നൽകും
രാവിൽ ഞാനെന്നും മാനം നൊന്ത് കേഴുന്നു റബ്ബേ ഇരുളെൻ്റെ ചുറ്റും നിറയുന്നു. രാവിൽ ഞാനെന്നും മാനം നൊന്ത് കേഴുന്നു റബ്ബേ ഇരുളെൻ്റെ ചുറ്റും നിറയുന്നു. രാവേറെയായാലുറങ്ങാതെ ഞാനെൻ്റെ രാജാധീ രാജാ ഞാൻ കൈ നിന്നിൽ നീട്ടുന്നു. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീ നാഥനെ, ആകെയും കാരുണ്യം നൽകും പടച്ചോനെ. ജനനം മുതൽ ദുഃഖങ്ങൾ കൂടെ പിറപ്പാണേ, ജന്നത്തീരുലോകമേകയൻ സുബ്ഹാനേ. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീ നാഥനെ, ആകെയും കാരുണ്യം നൽകും പടച്ചോനെ. ജനനം മുതൽ ദുഃഖങ്ങൾ കൂടെ പിറപ്പാണേ, ജന്നത്തീരുലോകമേകയൻ സുബ്ഹാനേ. ഷാൻവർ പാടി കഴിഞ്ഞോ? ഇതെന്താ നമ്മുടെ സിദ്ധാർത്ഥിന്റെ ബാധ കയറിയോ? എന്ത് പറഞ്ഞാലും പാടി കഴിഞ്ഞപ്പോ എന്തോ നീ ഗോൾ അടിക്കാൻ പറ്റിയോ? കുഴപ്പമില്ലാതെ പാടാൻ പറ്റി. മോന്റെ ഫേവറേറ്റ് സിംഗർ ആരാ? ആദിഷ്. ആദിഷോ? എനിക്ക് വയ്യ. പണ്ടൊക്കെ നമ്മള് ദാസേട്ടൻ അല്ലെങ്കിൽ ചിത്ര ചേച്ചി അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഫേവറേറ്റ് സിംഗർ ആരാ? ആദിഷ്. അതായത് നമ്മുടെ കുട്ടിപ്പട്ടുമല്ല സീസൺ 1 ആദിഷ്. ആദിഷാണ് ഫേവറേറ്റ് സിംഗർ. പ്ലേ ബാക്കിലാണെങ്കിലോ സിനിമയിലൊക്കെ പാടുന്ന വെച്ചിട്ട് ആരാ ഫേവറേറ്റ് സിംഗർ? ഞങ്ങള് മാറ്റില്ല, ആദിഷ് തന്നെ അല്ലേ? അതെ, ശരി. അപ്പൊ ഏതായാലും മോൻ പാടിയ ഈ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. ശബ്ദം തകർത്തു. താങ്ക് യു. മോനെ വെരി മച്ച് ഡെഡിക്കേറ്റഡ് യു ആർ. മോൻ ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ് ആണെന്നുള്ളത് ഈ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. കാര്യം ഈ പാട്ട് മുഴുവൻ കുട്ടി 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 പറയുന്ന പോലെ കുട്ടി 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 സംഗതികളാണ്. ആ സംഗതികളൊക്കെ മോന് നിഷ്പ്രയാസം, അതായത് കൂളായിട്ടാണ് ആ ത്രോട്ടിൽ നിന്ന് വരുന്നത്. അത് അള്ളാഹു കറക്റ്റായിട്ട് തന്നിട്ടുള്ളതാണ്. അത് മോന് പ്രാക്ടീസ് ചെയ്തെടുത്താൽ മാത്രം മതി. താങ്ക് യു. അതൊരു വലിയ കാര്യമാണ് മോനെ ആ സംഗതികൾ വരുന്നത്. മോനത് പാടുന്ന കേൾക്കുമ്പോൾ പറയാം, അതെല്ലാം മോൻ ശ്രദ്ധിച്ചാണ് പാടുന്നത്. വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഓരോ സംഗതിയും പാടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ മോൻ എനിക്ക് തോന്നിയ ഒരു കാര്യം, കുട്ടി നിന്ന്, അതായത് കുട്ടിപ്പട്ടുറുമാലാണെങ്കിൽ പോലും മോൻ ഒരു കുട്ടി നിന്ന് പാടുന്നതായിട്ടല്ല എനിക്ക് തോന്നിയത്. ഒരു വലിയ ആൾ നിന്ന്, ഒരു പ്രൊഫഷണൽ സിംഗർ നിന്ന് പാടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. താങ്ക് യു. കൃത്യമായിട്ടൊക്കെ പാടി ശ്രദ്ധിച്ച്, വലിയ പാടുള്ള സംഗതികളുമാണ് അതൊക്കെ. പ്രത്യേകിച്ച് വേറൊന്നും എഴുതി വെക്കാൻ കിട്ടിയില്ല, കാര്യം ഇങ്ങനെ നല്ല ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒത്തിരി 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 ഇഷ്ടപ്പെട്ടു കേട്ടോ. ദാസങ്ങളുടെ പാട്ടായതുകൊണ്ടാണോ ഈ വൈറ്റ് ഷൂസൊക്കെ ഇട്ടിട്ട് വന്നേ? ആണോ? ആരാ ഷൂ സെലക്ട് ചെയ്ത് വന്നേ? വൈറ്റ് ഇട്ടാൽ മതി എന്ന് തോന്നി? എന്താ? ആദ്യം പ്രാർത്ഥന ഗാനം പാടും. പ്രാർത്ഥനാ ഗാനം പാടുന്നുണ്ടല്ലേ? പരിശുദ്ധി, ഓക്കെ, പീസ്. എന്തായാലും എനിക്ക് സമാധാനമായി. കാര്യം മോനെ പാട്ട് കേട്ടപ്പോൾ വളരെ സമാധാനമായി. എനിക്ക് നല്ലൊരു സിംഗറാണെന്ന് തെളിയിച്ചു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശബ്നം. Now moving on to ഫിറോസിക്ക. ഷാൻവർ വരട്ടെ. ഇനി നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ സാറ്റിസ്ഫൈഡാ. അസാധ്യമായിട്ട് പാടി, നന്നായി പാടി കേട്ടോ. താങ്ക് യു. ഇത് സിമ്പിളല്ല ഈ പാട്ട്. കേൾക്കുമ്പോൾ സിമ്പിളാണെന്ന് തോന്നും. ഒരു ഹൃദയത്തിൽ നേരെ ഇങ്ങനെ വരികൾ പാടിപ്പോവുക എന്നാണ് കേൾക്കുന്നവർക്ക് ഈ പാട്ടിനെ കുറിച്ച് ആദ്യത്തെ ഒരു വിലയിരുത്തൽ. പക്ഷെ സിമ്പിളല്ല, എല്ലാം സംഗതികളാണ്. അതും അബുട്ടി മാഷ് ഈ പാട്ടിൽ ദാസേട്ടനെ കൊണ്ട് പാടിച്ചിട്ടുള്ളത് അറബിക് ടച്ചുകളാണ്. താരി താരി
ആ സംഗതികളാണ് എല്ലാം അതാണ്. അങ്ങനത്തെ ഞാൻ അത് സിമ്പിളാക്കി പറഞ്ഞു തന്നതാണ്. എല്ലാ പ്ലാനുകളും അങ്ങനെയാണ് പാടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഭയങ്കര പ്രയാസം മോനെ. ഓൺ സിംഗിങ് അത് പാടുക എന്ന് പറയുന്നത് അല്ലേ, നമുക്ക് മുറിച്ച് ഒരാൾക്ക് പാടിക്കൊടുക്കാം. പാടിപ്പോകുമ്പോൾ അത് വളരെ പ്രയാസമാണ്. അത് മോൻ 1-2 സ്ഥലങ്ങൾ ഗ്രൂമിംഗ് ഒക്കെ ഒന്നുകൂടി പിന്നെ കൊഴുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഉഷാറായി കഴിഞ്ഞാൽ മോന് സിമ്പിളായിട്ട് പാടാം. ഇത് നിങ്ങൾക്ക് വിട്ട റൗണ്ടല്ലേ, നിങ്ങൾക്ക് വിട്ട റൗണ്ട് ഞങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടേ ഉള്ളൂ നിങ്ങളുടെ പാട്ടുകൾ. എന്നിട്ടാണ് നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ പാടുന്നത്. മനോഹരമായിട്ട് പാടി കേട്ടോ. വലിയൊരു ഡെഡിക്കേഷൻ ചെയ്തു. വലിയ പാട്ടുകാരൻ്റെ പാട്ടെടുത്ത് കൊണ്ടുവന്ന് പാടി. പിന്നെ ഞാൻ മോൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് വേറൊരു സംഗതിയിലേക്കും കൂടി കടന്നു പോട്ടെ. പിന്നെ കുട്ടിപ്പട്ടുറുമാൽ ഉദ്ദേശിച്ചത് എന്താണോ ആ വിജയത്തിലേക്ക് അത് എത്തി എന്ന് മോൻ്റെ ഒരു വാക്കിൽ നിന്ന് മനസ്സിലായി. ആരാണ് ഇഷ്ടഗായകൻ എന്ന് ചോദിച്ചപ്പോൾ ആതിഷ് കൃഷ്ണ എന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ മറ്റു കുട്ടികളെ പറ്റിയൊക്കെ പരാമർശിച്ച പോലെ തന്നെ ഞങ്ങളുടെ ഒരു താരമാണ് ആ മോൻ. അപ്പോൾ ആ മോൻ്റെ പാട്ട് കേട്ട് മോൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഗതിയാണ്. നന്നായി പാടുന്ന കുട്ടിയാണ് കേട്ടോ. ഇനി വേറൊരു തലമുറ വരുന്നു എന്ന് ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ വിജയം കൊയ്തു കുട്ടിപ്പട്ടുറുമാൽ എന്നുള്ളതിന് ഒരു തെളിവാണത്. പല തെളിവുകളുണ്ട്, ഒരു തെളിവാണ് മോനാ പറഞ്ഞത്. അത് നല്ലൊരു സംഗതിയായി. കാരണം മോനെ അങ്ങനെ ഒരു കുട്ടിയെ മാതൃകയാക്കിയാൽ അത് വെറും ഒരു പാട്ടുകാരനല്ല, നന്നായി പാടുന്നൊരു കുട്ടിയാണ്. അതുകൊണ്ടാണ് മോൻ ആ കുട്ടിയുടെ പാട്ട് ഇഷ്ടപ്പെട്ടത് അല്ലേ. ഒരുപാട് സംഗതികൾ പാടുന്നു. മോനത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? മോനും അതുപോലെ ഒരുപാട് സംഗതികൾ പാടുന്ന കുട്ടിയാണ്. ഒരുപാട് സംഗതികൾ ഉള്ളിലുള്ള കുട്ടിയാണ്. മ്യൂസിക് ഉള്ളിലുള്ള കുട്ടിയാണ് കേട്ടോ. അപ്പോൾ നന്നായി പാടി മോൻ വ്യത്യസ്തമാർന്ന പാട്ടുകൾ കേൾക്കണം, ഗസൽസൊക്കെ കേൾക്കണം നല്ലോണം കേട്ടോ. എന്നിട്ട് നല്ല പാട്ടുകൾ എടുത്ത് നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. ആൻഡ് ഫൈനലി സജ്ല. ഷാൻവർ നല്ല സ്മാർട്ടായിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ KV അബൂട്ടി മാഷിൻ്റെ സംഗീതത്തിൽ ദാസേട്ടൻ പാടിയ പാട്ട്, എനിക്ക് തോന്നുന്നു ബോയ്സ് ഒക്കെ ദാസേട്ടൻ്റെ പാട്ടാണല്ലോ ഇപ്രാവശ്യം സെലക്ട് ചെയ്ത് വരുന്നത്. ഭയങ്കര ടഫല്ലേ ദാസേട്ടൻ പാടിയത്. ഓരോ പാട്ടിലും ദാസേട്ടൻ്റെ ഓരോ സ്പെഷ്യൽ ഉണ്ടാവും. ഇതിൽ അറബിക് ടച്ച് ആണെങ്കിൽ വേറെ പാട്ടിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും. ഭയങ്കര ടഫാണ് മോനെ ദാസേട്ടൻ്റെ പാട്ട് പാടി ആ ലൈവിൽ പാടിയെടുക്കാൻ ഭയങ്കര ടഫാണ്. പ്രത്യേകിച്ച് ഈ പാട്ട് ഇതിൽ അറബിക് ടച്ചസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പാടിയെടുക്കാൻ പറ്റും. പക്ഷേ ഇത് ത്രൂ ഔട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ്. പക്ഷെ മോനെ അത് കുറേ സ്ഥലത്തൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പല്ലവിയേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അനുപല്ലവിയാണ്. നല്ല വൃത്തിയുണ്ടായിരുന്നു സംഗതികളും. അതുപോലെ പല്ലവിയിൽ സ്റ്റാർട്ട് ചെയ്ത പോലെയല്ല റിപ്പീറ്റിൽ പാടിയത്, ഇംപ്രവൈസ് ചെയ്ത് പാടി. അത് നല്ല കഴിവുള്ള കുട്ടിക്ക് അങ്ങനെയൊക്കെ പാടാൻ പറ്റുള്ളൂ. മോനെ നല്ല കഴിവുള്ള കുട്ടിയാണ്. പിന്നെ മോൻ്റെ വോയിസ് നല്ല വോയിസാണ്. പിന്നെ ആ തൊണ്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ മോന് വിചാരിക്കുന്ന സംഗതികൾ മോൻ അതിൽ പാടിയെടുക്കാൻ പറ്റും. അത്രയ്ക്കും നല്ലൊരു തൊണ്ടയാണ്. കാരണം ഈ പാട്ടിൽ തന്നെ അത് തെളിയിക്കുന്നുണ്ട് മോന്. അപ്പോൾ അത് കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്താൽ ആതിഷിനെ പോലെ ആവണ്ടേ. വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ അത്. കഴിഞ്ഞ ഹാദിയ മെഹറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതുപോലെ മോൻ ഇഷ്ടമുള്ള കണ്ടസ്റ്റൻ്റ് ആതിഷാണ്. അതൊക്കെ നമ്മളുടെ ഒരു പ്രോഡക്റ്റാണ്, കുട്ടിപ്പട്ടുറുമാലിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ജഡ്ജസായി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും അവരെയൊക്കെ പോലെ ആവാൻ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. എന്തായാലും അതുപോലെയൊക്കെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആവാൻ പറ്റും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജ്ല. താങ്ക് യു ഓൾ ജഡ്ജസ്. അങ്ങനെ ഷാൻവർ ഇപ്പം ടെൻഷനൊക്കെ മാറി, നാണോ തിരി കുറഞ്ഞു തിരി അല്ലേ. പിന്നെ ചോദിക്കാം നമുക്ക് മാർക്സ്. ഫിറോസിക്ക ഔട്ട് ഓഫ് 40. ഷാൻവറിൻ്റെ സിംഗിങ്ങിന് 39.5. 39.5 out of 40. Then Shabnam out of 30. 29.5. 29.5 out of 30. Then Sajla out of 30. 29.5. 29.5 out of 30. Then total score മനസ്സിലായോ? പറഞ്ഞോളൂ. 98.5 out of 100. ഇതെന്ത് പറ്റി? 100ൽ 10 കിട്ടിയൊരു ഇതാണല്ലോ മുഖത്ത്. ശരിക്കൊന്ന് ചിരിച്ചേ, പൊട്ടിച്ചിരിച്ചേ, മൈക്കിലൊന്ന് ചിരിച്ചേ. അവിടെ എല്ലാവരും കോറസ് പോലെ എല്ലാവരും അവിടെ ചിരിക്കുന്നുണ്ട്. ചിരിച്ചേ. ഈ പല്ല് കാണുന്ന വിചാരിച്ചിട്ടാണോ ചിരിക്കാത്തെ? അതുകൊണ്ടൊന്നുമില്ല. പിന്നെന്തുകൊണ്ടാ? ലക്ഷ്മി, അക്ഷയെ ചിരിപ്പിച്ചവരല്ലേ നമ്മൾ? അതെ അതെ. ഞങ്ങളുടെ അക്ഷയ് കുമാർ എന്നൊരു കഥാപാത്രമുണ്ട്, അവനെ ചിരിപ്പിച്ചവരാ ഞങ്ങൾ. ഇതിനപ്പുറം ചാടിക്കടന്നതാണ് നമ്മളെല്ലാരും അല്ലേ. നിന്നെ ചിരിപ്പിക്കും ഞങ്ങൾ കേട്ടോ. പിക്ലിയാക്കണോ? വേണ്ട വേണ്ട വേണ്ട. ഓക്കെ മോനെ, അപ്പൊ അടുത്ത റൗണ്ടിൽ വരുമ്പോ ഇതുപോലെ തന്നെ പാട്, ഇതിനേക്കാൾ നന്നായി പാട്. നല്ല മിടുക്കനായിട്ട് വരണം. ഒന്ന് മുഖത്തേക്ക് നോക്കുന്നേ. ഓക്കെ പറയൂ. ഓക്കെ പറയൂ. ഓക്കെ. ശരി, താങ്ക് യു.
അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ജഡ്ജസ് എന്തായാലും എല്ലാ പാട്ടുകളും കേട്ടു, 3 പേരുടെ സിംഗിങ് ഒക്കെ കണ്ടു, അവരെ ജഡ്ജ് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് സ്റ്റാർ ഓഫ് ദ എപ്പിസോഡ് ആരാണ്? സജില? എനിക്ക് തോന്നുന്നത് പെർഫോമൻസ് കൊണ്ടും മാർക്ക് വൈസും നോക്കുകയാണെങ്കിൽ നമ്മളുടെ സ്റ്റാർ ഓഫ് ദ എപ്പിസോഡ് ഷാൻവറാണ്. ഷാൻവറാണ്. ഫിറോസ് ക, ഷപ്നം തന്നെയാണോ എല്ലാവരും എടുത്തിട്ടുള്ള ഡിസിഷൻ? 3 പേരും നന്നായി പാടി. പക്ഷേ നമ്മളൊരു എപ്പിസോഡ്, ഇതൊരു എപ്പിസോഡിൻ്റെ സമ്മാനം മാത്രമാണല്ലോ. ഒരു എപ്പിസോഡിൽ ആ ഒരു എപ്പിസോഡ് തീരുന്ന സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കേട്ട 3 പാട്ടുകളിൽ കുറച്ച് എല്ലാം കൊണ്ടും മികച്ചു നിൽക്കുന്നൊരു പാട്ട്, അതിങ്ങനെ തുടർന്ന് പോകുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇനി വ്യത്യസ്തമാർന്ന പാട്ടുകൾ കൊണ്ടുവരുമ്പോൾ എല്ലാവരും വിന്നേഴ്സാവും. എപ്പിസോഡിൽ എല്ലാവരും വിന്നേഴ്സായി വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അനന്തവും നന്നായി പാടി, ആദിയയും നന്നായി പാടി. ഒരു പടി മുകളിൽ സിംഗിങ് കൊണ്ട് നമ്മുടെ ഷാൻവർ മോനാണ്. അതുകൊണ്ടാണ് ഷാൻവറിന് ഇത്തവണ സമ്മാനം. നമ്മുടെ കുട്ടി 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 പട്ടുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മരിയാസ് പിക്കിൾസിൽ ഒട്ടനവധി സമ്മാനങ്ങളാണ് നമ്മുടെ കുട്ടികളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സ്റ്റാർ ഓഫ് ദ എപ്പിസോഡ് നമ്മുടെ മോനാണ്. അപ്പോൾ ഏതായാലും മോനായിട്ടുള്ള സമ്മാനമാണ് ക്ലാസിക് മെൻസ് വെയർ അങ്കമാലി നൽകുന്ന ഒരു അടിപൊളി, ഇതിനേക്കാൾ സൂപ്പർ ആയിട്ടുള്ള ഒരു ഷെർവാണി. അപ്പോൾ ഷപ്നം പ്ലീസ്. അപ്പോൾ ഒന്ന് പാടാം നമുക്ക് ചേർന്ന്. ബാ. പ്രപഞ്ചങ്ങൾക്കെന്നും നീനാഥനെ, ആകെയും കാരുണ്യം നൽകും പടച്ചോനെ. ജനനം മുതൽ ദുഃഖങ്ങൾ കൂടെ പിറപ്പാണേ, ജന്നത്തിരുലോകമേകയൻ സുബ്ഹാനേ. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീനാഥനെ, ആകെയും കാരുണ്യം നൽകും പടച്ചോനെ.